വൽ അസ്രി, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അസ്ർ എന്ന ആ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ അസ്രി, വൈകുന്നേര സമയം തന്നെയാണ് സത്യം. സമയങ്ങളുടെ കൂട്ടത്തിൽ വലിയ ബഹുമാനമുള്ളൊരു സമയമാണ് വൈകുന്നേര സമയം. വൈകുന്നേര സമയം നല്ല ബഹുമാനമുള്ള സമയമാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് ഉറങ്ങാൻ പറ്റാത്തത്. അസുറിന്റെ ശേഷം ഉറങ്ങലും നന്നല്ല, ഉറങ്ങുന്ന പോത്തെ അപ്പണി ചെയ്യല്ല. ഞാൻ വിളിച്ചാലേ തായവ ഉസ്താദാ വരിയില്ല, പോത്തേന്ന് ഞാൻ പറഞ്ഞോട് സംവേദനമാക്കി പറഞ്ഞു. ജലിയയിൽ അങ്ങനെയല്ല. അതുകൊണ്ട് അല്ല, ആ നേരത്തെ ഉറങ്ങണാൾക്ക് പറയാൻ പറ്റിയൊരു പേരായതുകൊണ്ട് ആ പേര് പറഞ്ഞായിരുന്നു. ഈണാധികമുള്ള ആൾക്കാരൊക്കെ ഉറങ്ങട്ടെ, അത് ഇത് പരിധി പുറത്താണ്. അസുഖമുള്ള ആൾക്കാർ രാത്രി ഓലൊക്കെ പരിധി, ഇന്നലെ രാത്രി ഉറക്കം ഇത് വേറെ. അല്ലെങ്കിൽ രോഗം ബാധിച്ച ആള് ക്ഷീണിക്കുന്ന ആൾ ഓലൊക്കെ ഇതങ്ങനല്ല. അസുറിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അത് നല്ല ബഹുമാനമുള്ള സമയമാണ്. സത്യം ചെയ്യാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന സമയം എപ്പോഴാണ്? ഫത്ഹുൽ മുഈനിൽ നോക്ക് നിങ്ങൾ, ബാബുൽ ലൈമാനിൽ കാണാം. സത്യം ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരുങ്ങിയാൽ എപ്പോഴാണ് ദിവസം തിരഞ്ഞെടുക്കേണ്ടത്? വെള്ളിയാഴ്ച. സമയം എപ്പോഴാ? അസ്റിന്റെ ശേഷം. ബഹുമാനപ്പെട്ട മമ്പറത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മമ്പറത്തുപ്പാപ്പ സത്യത്തിന് വേണ്ടി നിശ്ചയിച്ചു വെച്ചൊരു പള്ളിയുണ്ട് കൊടിഞ്ഞിയിൽ. അവിടെ നിങ്ങൾ പോയിട്ട് സത്യം ചെയ്യാൻ രണ്ടു കൂട്ടരും പോയി ഡേറ്റ് വെച്ച് നോക്കി. അവര് വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന് അങ്ങോട്ട് എത്താൻ പറയും. അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് മിമ്പറിന് മുന്നിന്ന് ഇമാമിന്റെ വക ഒരു പ്രസംഗം ഉണ്ടാവും. ഏകദേശം സത്യത്തിൽ എന്തെങ്കിലും ഇളക്കുള്ള ആളാണെങ്കിൽ ഞാൻ സത്യത്തിനില്ല, ഞങ്ങൾ പോകണം, അസ്സലാമു അലൈക്കും. കാരണം സത്യത്തിന്റെ ഗൗരവം അറിയിക്കാണ്. അസ്റിന്റെ ശേഷം ആരെങ്കിലും കള്ളസത്യം ചെയ്താൽ അല്ലാഹു തആല റസൂലുള്ളാഹി, വളരെ അസ്റിന്റെ ശേഷമുള്ള സമയമല്ല, നല്ല ബഹുമാനം അർഹിക്കുന്ന സമയമാണ്. ആ സമയം തെരഞ്ഞെടുത്തുകൊണ്ട് സത്യത്തിന് വേണ്ടി സത്യത്തിന്റെ ഗൗരവം അറിയിക്കാനാണത്. അസ്റിന്റെ ശേഷം പഠിക്കുന്നതിന് കുഴപ്പമില്ല, നടക്കുന്നതിനും കുഴപ്പമില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അസ്റിന്റെ നേരം എന്ന് പറയുന്നത് ബഹുമാനം അർഹിക്കുന്ന നേരാണ്. അവിടെ ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്ന ഒരു തഫ്സീർ ഉണ്ട്, ഒരു ആകർഷണീയമായ തഫ്സീർ. മഹാനവറുകൾ പറയുന്നു, ഓരോ ദിവസത്തെ അസുറും ഓരോ വിശ്വാസിയുടെയും കണക്കെടുപ്പിന്റെ നേരമാണ്. വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. സത്യത്തിൽ ഒരു ഖിയാമത്ത് നാളിന്റെ പ്രതീതിയാണ് വരുന്നത്. പകല് മുഴുവനും കഴിഞ്ഞു വൈകുന്നേരമായി. മനുഷ്യൻ അന്നന്ന് കണക്കെടുപ്പിന്റെ നേരമാണ്. ഒരു വീട്ടിലെ 5 മക്കളുണ്ട്. 5 മക്കളുടെയും കമ്പനി മാനേജ് ചെയ്യുന്ന ഉപ്പ രാത്രി വീട്ടിലേക്ക് എത്തിയാൽ മക്കൾ വന്ന് ചോദിക്കും, ഉപ്പ ഇന്ന് എന്റെ കമ്പനിയിൽ എന്റെ കടയിൽ എത്ര ചെലവുണ്ട്, എത്ര വരവുണ്ട്? ഉപ്പ പറയും, നിന്റെ കടയിൽ ഇന്ന് ചെലവ് കൂടുതലാണ്, വരവ് കുറവാണ്. രണ്ടാമത്തെ മോനോട് ചെലവ് നല്ലോണം ഒന്നുമില്ല, പക്ഷേ വരവ് കൂടുതലാണ്, ഇന്നലത്തെക്കാളും വരവുണ്ട്. ഇതേ കണക്ക് പറയുമ്പോ മക്കൾ രാത്രി സന്തോഷിക്കൂലേ? അപ്പൊ ഖിയാമത്ത് നാളിന്റെ പ്രതീതിയാണ് ഓരോ വൈകുന്നേരങ്ങളും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കണക്കെടുപ്പിന്റെ നേരമാണ്, ചിന്തിക്കേണ്ട നേരമാണ്. പകൽ അവസാനിക്കാൻ പോവുകയാണ്. ഇത്രയും വിശാലമായ പകൽ സമയം അസ്റോടുകൂടെ തീരാൻ പോവുകയാണ്. ചിന്തിക്കേണ്ട നേരമാണ്. ഇന്നെന്റെ സായാഹ്നം അവസാനത്തതാകുമോ? നാളത്തെ അസ്റിലേക്ക് ബാക്കിയുണ്ടാവുകയില്ലേ? വൈകുന്നേര സമയത്തിന്റെ ബറക്കത്ത് മനസ്സിലാക്കണം. വൈകുന്നേര സമയത്ത് തീർത്താൽ തീരാത്ത ചരക്ക് കള്ളസത്യം ചെയ്തൊരാൾ വിറ്റാല് ലാ യൻദുറുല്ലാഹു ഇലൈഹി വലാ യുകല്ലിമുഹു വലഹു അദാബുൻ അലീം. അസ്റിന്റെ ശേഷം വിൽക്കുന്ന വസ്തു ചെലവാക്കാത്തത് കൊണ്ട് കള്ളസത്യം ചെയ്ത് വിറ്റു. അങ്ങനെ പോകുന്ന ആൾക്കാരോട് ചൈനയിൽ നിന്ന് ഇന്നലെ ഇറക്കിയതാണ്. ചൈനയിൽ നിന്ന് കൊണ്ടുവന്നല്ല, അതിന്റെ കമ്പനി പോയി. ചൈനയിൽ നിന്ന് ഇന്നലെ ഇറക്കിയ സാധനം പുതിയ സാധനമാണ്. ഇപ്പൊ വാങ്ങുന്ന ആൾക്ക് 150, നാളെ കിട്ടും 150 കിട്ടൂലട്ടോ, നാളെ ചിലപ്പോ 120 കറങ്ങി. അപ്പൊ അയാള് ചൈന എന്ന് പറഞ്ഞതും പല കള്ള വാക്കുകൾ പറഞ്ഞതും നമുക്ക് സംഗതി ചെലവാകാനാണ്. അങ്ങനെ അങ്ങോട്ട് കച്ചവടം ചെയ്താൽ അസ്റിന്റെ ശേഷം എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ? ആൾക്കാർ വീട്ടിൽ പോയി പിന്നെ ആരും വാങ്ങാൻ വരൂല. അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അള്ളാഹു തആല മുഅ്മിനീങ്ങളോട് സംസാരിക്കുമ്പോൾ റഹ്മത്തിന്റെ നിലക്ക് അവനോട് സംസാരിക്കൂല. അവന് കടുത്ത ശിക്ഷയുണ്ട്. അസ്റിന്റെ നേരമാണ്, ആ നേരത്തെ പരിഗണിക്കണം, നല്ലോണം പരിഗണിക്കേണ്ട ഒരു സമയമാണ്. എന്നിട്ട് മഹാന്മാര് പഠിപ്പിച്ചു, അസ്ർ എന്ന് വിഷയമുണ്ട്. വല്ല അസ്രി, അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. അല്ലാഹു ഖുർആനിൽ 2 നിസ്കാരങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞല്ലോ, വൽ അസ്രി വൽ ഫജ്രി.
അതുകൊണ്ട് ഇനി മറ്റാള് പറഞ്ഞ പോലെ ളുഹറും ഇല്ല മറ്റൊന്നും ഇല്ല എന്ന് പറയാൻ കണ്ടോ. അല്ല, അങ്ങനെ കാണാതായി പോയ ഒരാൾ പറഞ്ഞില്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ ഈ രണ്ട് നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കാനാണ്. അസ്റിന്റെ നിസ്കാരത്തിനും ഫജ്റിന്റെ നിസ്കാരത്തിനും ളുഹറിലും മഗ്രിബിലും ഇശാഇലും ഇല്ലാത്ത ചില മഹത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഫൈൻ ഇസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു നിസ്കാരത്തിന്റെ ജമാഅത്തിലും സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പുള്ള ഒരു ജമാഅത്തിലും സംബന്ധിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ രണ്ട് ജമാഅത്തും മുടക്കരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഏതാണത്? ഒന്ന് സുബ്ഹി, മറ്റൊന്ന് അസ്ർ. അസ്ർ നിസ്കാരത്തെ പറ്റിയല്ലേ സ്വലാത്തുൽ വുസ്താ എന്ന് പറഞ്ഞത്. ഹാഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. നിങ്ങൾ പറഞ്ഞു വൽ അഖ്റബു അന്നഹൽ അസ്ർ. സ്വലാത്തുൽ വുസ്ത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പരിഗണിക്കണം. കുറെ അഭിപ്രായങ്ങളുണ്ട്, എന്നാൽ കൂടുതൽ യാഥാർത്ഥ്യത്തോട് യോജിച്ച അഭിപ്രായം അത് അസ്റാണ്. ആ അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിനാണ് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ട് ദുആ ചെയ്തത്. മുൻപല്ല് പൊട്ടിയിട്ട് ശത്രുക്കൾക്കെതിരെ ദ്വാരക്കാത്ത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖമ്മത്തിന്റെ ഏറ് കൊണ്ട് നെറ്റിയിൽ നിന്ന് രക്തം ഇങ്ങനെ ഉറ്റി വീണു. നിലക്കാത്ത രക്തത്തിന്റെ പ്രവാഹം അവസാനിച്ചത് ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഈത്തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായ കരിച്ച് അതിന്റെ ചാരം കൊണ്ടുവന്ന് നെറ്റിയിൽ പിടിച്ചിങ്ങനെ അമർത്തി വെച്ച ശേഷമാണ് രക്തം നിലച്ചുപോയത്. എന്നിട്ടും അവർക്കെതിരെ തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. ഉഹദിൽ ഒരുപാട് നിലക്ക് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനേക്കാളും വലിയ കഷ്ടപ്പാട് ത്വായിഫിൽ തങ്ങൾക്ക് നേരെ വരുത്തിയിട്ടുണ്ട്. അകന്ന കുടുംബക്കാരിൽ നിന്നാണെങ്കിലും പ്രതീക്ഷയ്ക്ക് എതിരായിരുന്നു ആ മർദ്ദനം. അപ്പോഴൊന്നും ദ്വാരക്കാത്ത മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ദുആ ചെയ്തത് ഖന്തഖിൽ വച്ചാണ്. മുശ്രിക്കുകളും ബനൂ ഖുറൈളക്കാരും സംയുക്തമായി അവിടുത്തെ അസ്ർ നിസ്കാരത്തിന്റെ സമയം അങ്ങ് നീക്കിയപ്പോൾ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം ശരീരത്തിൽ എന്തും സഹിക്കാം, സ്വന്തം ശരീരത്തിൽ എന്തും വേണമെങ്കിൽ സഹിക്കാം, പക്ഷേ അല്ലാഹുവിനോടുള്ള മുനാജാത്ത്, അതും അസ്ർ നിസ്കാരം മുടങ്ങിക്കൂടാ. അവിടെയാണ് തങ്ങൾ ദുആ ചെയ്തത് മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ ശഗലൂനാ അനിസ്സലാത്തിൽ വുസ്താ. അല്ലാഹു അവരുടെ ഭവനങ്ങളും അവരുടെ കുടിമാടങ്ങളും അഗ്നി കൊണ്ട് അല്ലാഹു നിറക്കട്ടെ. അസ്ർ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ വരെ മാറ്റിക്കളഞ്ഞല്ലോ. തങ്ങൾ വല്ലാതെ പരിഗണിക്കുന്ന അസ്ർ നിസ്കാരം ഒരു സമയം അങ്ങ് നീങ്ങിയപ്പോ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിനോടുള്ള മുനാജാത്ത്, അതും അസ്റിലുള്ള മുനാജാത്ത് മുടങ്ങിക്കൂടാ. അസ്ർ നിസ്കാരം നഷ്ടപ്പെട്ടു. മൻ ഫാതതു സ്വലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു. റസൂലുള്ളാഹി ഓന്റെ കുടുംബത്തിലും ഓന്റെ സമ്പത്തിലൊക്കെ തകരാറും ആപത്തും മുസീബത്തും. നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് ആരും നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് ആരോ ചെയ്യാൻ വേണ്ടി ആരും. അസ്ർ നിസ്കാരം കൂട്ടി നോക്കി ഒരു റക്അത്ത് നിസ്കരിച്ച് റുക്കൂഅത്തിന് മാറിവാം. അതാണ് അസ്ർ നിസ്കാരം. പിന്നെ എങ്ങനെ നമുക്ക് മുസീബത്തില്ലാതിരിക്കുക? നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മളെ അസ്റിന് കൈയ്യെട്ടി റുക്കൂയിലെത്തി, ഒന്നാം റക്അത്ത് റുക്കൂയിലെത്തിയപ്പോ മാറിവാൻ കൊടുത്തു. അപ്പോൾ നമ്മളെ മനസ്സിലെ സമാധാനം എന്താ അറിയാം? എന്നാലും തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയല്ലോ എന്നുള്ള സമാധാനം. നിസ്കാരം കിട്ടിയില്ല, ഖളായി പോയി, അതായിട്ട് കിട്ടിയില്ല. ഒന്നാമത്തെ റക്അത്തിൽ റുക്കൂയിലെത്തി എങ്ങനെ അതായി കിട്ടണേ? ഫുള്ളും ഖളായല്ലേ. ഒരു റക്അത്തിന്റെ താഴെയുള്ള നിസ്കാരമാണ് സമയത്തിൽ കിട്ടിയതെങ്കിൽ ഒരു റക്അത്ത് സമയത്തിൽ കിട്ടിയാൽ ഒരു റക്അത്ത് കിട്ടിയില്ല, റുക്കൂലെത്തിയപ്പോൾ മഗ്രിബാൻ കൊടുത്തില്ലേ? എത്ര വ്യക്തമാണ് ഹദീസ് അറിയോ? അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ കുടുംബത്തിന് ആപത്താണ്, സമ്പത്തിലും തകർച്ച. നിസ്കാരം നല്ലോണം അസ്ർ അതിൽ ഏറ്റവും പ്രധാനമായിട്ട്. അസ്റിന്റെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ളുഹറിന്റെ ജമാഅത്ത് പോലല്ല, സുബ്ഹിന്റെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇശാന്റെ ജമാഅത്ത് പോലല്ല. രണ്ട് തരം മലക്കുകൾ സംബന്ധിക്കുന്ന ജമാഅത്തുകളാണ് സുബ്ഹിന്റെ ജമാഅത്തും അസ്റിന്റെ ജമാഅത്തും. ഇത് ആ രണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം അത് എടുത്തു പറഞ്ഞത്. സാധിക്കുമെങ്കിൽ, പ്രശ്നമൊന്നുമില്ലെങ്കിൽ, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഈ രണ്ട് നിസ്കാരം സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള ജമാഅത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ ഉമ്മമാരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, അസ്ർ നിസ്കാരം ളുഹർ നിസ്കാരം ഒന്നും മുടക്കരുത്. ഒരേല് ബർക്കത്തുണ്ടാകൂല എന്നല്ല, ഒന്നും വിട്ടുമാറൂല, ഇടങ്ങേറുകളൊന്നും മാറി കിട്ടൂല, ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും ഐശ്വര്യം വീണ് കിട്ടൂല.
മുസീബത്ത് പറ്റും, വലിയ തകരാറ് പറ്റും എന്ന് ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. ഇനി ഇൻഷാ അല്ലാഹ് അതിനോട് അനുബന്ധിച്ചുള്ള ചരിത്രം ഞാൻ പറയാം. അതിന്റെ മുമ്പ് ഞാൻ പറയട്ടെ, 2 തരം മലക്കുകൾ സംബന്ധിക്കുന്നു എന്ന് ഹദീസിൽ പറഞ്ഞല്ലോ. അതേതാ? എല്ലാ ദിവസവും 2 കൂട്ടം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. സഹോദരന്മാരെ, ഇപ്പൊ അസ്റിന് വന്നൊരു കൂട്ടം മലക്കുകളുണ്ട്. അവരിപ്പോഴും ഭൂമിയിലുണ്ട്. അസ്റിന്റെ ജമാഅത്തിലാണ് അവർ വന്നെത്തുന്നത്. അസ്റിന് അവരുണ്ട്, മഗ്രിബിനുണ്ട്, ഇശാഇനുണ്ട്. നാളെ സുബീന്റെ ജമാഅത്തും കഴിഞ്ഞ് അവർ എണീറ്റ് പോകും. സുബീന്റെ ജമാഅത്തിലേക്ക് ഒരു മലക്കുകളെത്തും. ആ സുബീന്റെ ജമാഅത്തിൽ അപ്പൊ 2 മലക്കുകളായി. ഇപ്പൊ അസ്റിന് വന്ന മലക്കുകളും സുബഹിക്ക് വരുന്ന മലക്കുകളും. സുബഹിക്ക് വന്ന മലക്കുകൾ സുബഹിയിലുണ്ട്, ളുഹ്റിലുണ്ട്. അസ്റിന്റെ ജമാഅത്ത് കഴിഞ്ഞു പോകും. അസ്റിന് ഒരു കൂട്ടം മലക്കുകൾ വരും. ഈ 2 മലക്കുകളും അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ അള്ളാഹു ചോദിക്കും, എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ എത്തിച്ചത്? അവര് പറയും, അതൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും അവർ നിസ്കാരത്തിലാ, ഞങ്ങൾ പിരിഞ്ഞു പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ്. 2 കൂട്ടം മലക്കുകൾ ജമാഅത്ത്, സുബ്ഹിയും മറ്റൊന്ന് അസ്റും. ഇനി ആ 2 ജമാഅത്തിനും പോയാൽ മതി. 5ഉം കഴിയാണെങ്കിൽ 5നും കഴിയാത്ത ആൾ ഉണ്ടെങ്കിലും വിഷയം കൂടി. ഈ 2നും പോകുന്ന ആള് സുബഹിക്ക് ജമാഅത്തിന് പോകുന്ന ആള്, അയാൾ ളുഹ്റിന് സുബഹിക്കൊക്കെ ഒരു പതിവുള്ളാണെങ്കിൽ ളുഹ്റിനും അയാൾ പറഞ്ഞത് കൊണ്ട് അസ്റിന്റെ നിസ്കാരം കൂടി. അസ്റിന് പോയ ആളാണെങ്കിൽ മഗ്രിബിനും ഇശാഇനും പഞ്ചായല്ലോ പോകാനുള്ള ഒരു തൗഫീക്ക് വരും. ഈ 2 ജമാഅത്തും വളരെ ശ്രേഷ്ഠതയോടെ കാണേണ്ടതാണ്, വളരെ മഹത്വത്തോടെ കാണേണ്ടതാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരു പെണ്ണ് ഒരു ദിവസം മദീനയിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു പെണ്ണ്, ആ പെണ്ണ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ദുല്ലൂനി അലാ റസൂലില്ലാഹ്, ദുല്ലൂനി അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളെ കാണിച്ചു തരൂ, കാണിച്ചു തരൂ, കാണിച്ചു തരൂ. ആ പെണ്ണങ്ങനെ ചോദിച്ച് അങ്ങനെ നടക്കുന്നു. ചോദ്യം അവസാനം തങ്ങളെ മുന്നിലെത്തി. തങ്ങൾ ചോദിച്ചു, അന റസൂലുള്ളാഹ്, ഞാനാണ് അല്ലാഹുവിന്റെ റസൂൽ, എന്തേ ആവശ്യം? എന്നല്ലേ ചോദിച്ചു നടക്കുന്നത്, ഞാനാണ് അല്ലാഹുവിന്റെ റസൂൽ, എന്താണ് ആവശ്യം? ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, ഗുരുതരമായ വിഷയങ്ങൾ പരമ്പരയായി വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ പരിഹാരം തേടിക്കൊണ്ട് വന്നതാണ്. എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയി. വിദേശത്തേക്ക് പോയ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഞാനൊരു അന്യപുരുഷനുമായി അവിഹിത വീഴ്ച നടത്തി. ആ വിഹിത വീഴ്ചയിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ എന്റെ ഭർത്താവ് വിൽക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച സ്വർക്കട്ടിന്നിൽ മുക്കിയിട്ട് ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. പോരാ, ആ കൊന്നുകളയാൻ ഉപയോഗിച്ച സുർക്കയില്ലേ, അത് ഞാൻ വിൽപ്പന നടത്തി. തെറ്റിന്റെ പരമ്പര. അവിഹിത വീഴ്ച നടത്തി, കുഞ്ഞുണ്ടായി, കുഞ്ഞിനെ കൊന്നു. ആ കുഞ്ഞിനെ കൊല്ലാൻ ഉപയോഗിച്ച സുർക്ക കൊണ്ടുപോയി വിറ്റുകയും ചെയ്തു. ഇതിനൊക്കെ ശിക്ഷാ നടപടി ചോദിച്ചാ വന്നത്. തങ്ങൾ പറഞ്ഞു, വേശ്യാവൃത്തിക്ക് നിന്നെ എറിഞ്ഞു കൊല്ലണം, അതാണ് നിയമം. കുട്ടിയെ കൊന്നതിന് നിന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജഹന്നം നീ ഏറ്റുവാങ്ങേണ്ടി വരും. സുർക്ക നീ വിറ്റില്ലേ, അതൊരു മഹാപാപമാണ്, വൻകുറ്റമാണ്. നജസായ സുർക്ക വിൽക്കാവതല്ല. തങ്ങൾ പറഞ്ഞു, ഇതിന്റെ റിസൾട്ട് ഒക്കെ നിനക്ക് വരാനുള്ള സംഗതി എന്താണെന്നറിയോ? അവിടെ നമ്മൾ ഇതൊക്കെ നിനക്ക് നീ അസ്ർ നിസ്കരിക്കാത്തൊരു ശരീരത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പെടുത്താൻ കഴിവുള്ളൂ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തണ്ടേ സഹോദരങ്ങളെ, മാറിക്കിട്ടണ്ടേ. മുന്നിലൂടെ തെറ്റിന്റെ കൂമ്പാരങ്ങൾ പടിപടിയായി വളരെ ഫ്രീഡമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആർത്തുല്ലസിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നതിന്റെ ഒരു പടയോട്ടമാണ് നമ്മൾ കാണുന്നത്. എവിടെയും ആവശ്യാനുസരണം ഒരു മിസ്കാൾ കൊണ്ട് കിട്ടും എല്ലാ തെറ്റുകുറ്റങ്ങളും. കാത്തിരിക്കണ്ട, ജനങ്ങൾ കാണാത്ത ലോകത്തേക്ക് പോകുന്നു വേണ്ട. ഒരു ചെറിയ മിസ്കാൾ അടിച്ചാൽ മതി, ഏത് തെറ്റും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, പിടിച്ചു നിൽക്കാൻ നമ്മുടെ കയ്യിലുള്ള മാർഗമാണ് നിസ്കാരം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. യഥാർത്ഥ നിസ്കാരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. യഥാർത്ഥ നിസ്കാരത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അത് തൻഹാ, നിസ്കരിക്കുന്ന വ്യക്തിയെ തടഞ്ഞു മാറ്റും. അനിൽ ഫഹ്ശാഇ, നീചകൃത്യങ്ങളെ തൊട്ട്, സഭ്യേതര സംസാരങ്ങളെ തൊട്ട്, അനാവശ്യ വാക്കുകളിൽ നിന്ന്, പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്തും. വൽ മുൻകരി, ശർഅ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തുന്നു.
കുറ്റങ്ങളിൽ പിന്തിരിപ്പിക്കും ചെയ്യാക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഒരു വ്യക്തിയെ പറ്റി സ്വഹാബത്തുകാർ ഞങ്ങൾ ആരും കണ്ടിട്ടില്ലെന്ന് പലരും പറയുന്നു. അങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്നറിയാം, അലൈസ ഹുവ യുസല്ലി, ആ വ്യക്തി നിങ്ങൾ അപ്പറഞ്ഞ വ്യക്തി 5 വക്ത് നിസ്കരിക്കുന്ന വ്യക്തിയല്ലയോ? ആ നിസ്കാരം ആ പറഞ്ഞ ആരോപിക്കുന്ന വിഷയത്തിൽ നിന്ന്, കുറ്റകൃത്യത്തിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹത്തെ തടഞ്ഞു. സ്വഹാബത്ത് പറയാം, ആള് വളരെ ക്ലിയർ ആണ്, ഞങ്ങളൊക്കെ. അപ്പൊ തങ്ങൾ ചോദിച്ചു, അലം അഖുല്ലക്കും ഇന്ന സ്വലാത്തഹു സതൻഹാഹു, ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിന്റെ ആ നിസ്കാരം ഈ കുറ്റകൃത്യങ്ങളുടെ ആരോപണത്തിൽ നിന്ന്, വിഷയത്തിൽ നിന്നൊക്കെ മൂപ്പരെ മാറ്റി നിർത്തും. ഹാഫിദ് നിസ്കാരമല്ല കേട്ടോ, സ്വലാ അലിഫ്ലാമു ലോക്കലല്ല, വിഷയങ്ങൾ സംസ്കാരത്തിന് ഖശിയത്തുല്ലാഹി, അല്ലാഹു ഉണ്ടാകട്ടെ. അല്ലാഹനെ പേടിച്ചുള്ള നിസ്കാരം, അല്ലാഹനെ പേടി ഇഖ്ലാസുള്ള നിസ്കാരം, ചേരുവകളൊക്കെ ചേർന്നിട്ട് നിസ്കാരം, സുന്നത്ത്, ആദാബ്, വാജിബാത്ത്, മക്റൂഹാത്ത് ഒഴിവാക്കി, ഖിലാഫുൽ ഒഴിവാക്കി, അങ്ങനെയുള്ള നിസ്കാരം അല്ലാഹു തൗഫീഖ് തരട്ടെ. നിസ്കാരത്തിൽ അല്ലാഹു ഭംഗിയേറ്റി തരട്ടെ. ആ നിസ്കാരാണോ? സമ്മതിക്കൂല. നിസ്കരിക്കുന്ന ആളല്ലേ, നമ്മളോട് മനസ്സ് വിളിച്ചു പറയും നിസ്കരിക്കുന്ന ആളല്ലേ, പറ്റൂല. നിസ്കരിക്കുന്ന ആളല്ലേ, നിനക്ക് പറ്റൂല. നീ നിസ്കരിക്കുന്ന ആളല്ലേ, നോക്കാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല, പോകാൻ പറ്റൂല, പറയാൻ പറ്റൂല. പിടിച്ചു നിർത്തി. നിസ്കാരത്തിന് ഞങ്ങൾ കഴിവുണ്ട്. നിസ്കാരം ചെറുതല്ല. നിസ്കാരം നമ്മളെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് നിസ്കാരത്തിനെ പറ്റി, നിസ്കാരം പതിവാക്കാൻ പറഞ്ഞിട്ട് ജവാബ് അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഹാഫിദു അല സ്വലാ, അതിന് ജവാബ് വേണ്ട. അമ്രിന് ജവാബ് വേണം. മുത്തലിമിയൊക്കെ അമ്ര പറഞ്ഞ ജവാബാണ്. ജവാബോടെ ഹാഫിദു അല സ്വലവാ സ്വലാത്തി വസ്സലാത്തിൽ ഉസ്താ, എല്ലാ നിസ്കാരങ്ങളും പതിവാക്കണം. എന്നാൽ യഹ്ഫദുകുമുസ് സ്വലാ, നിസ്കാരങ്ങളെ സൂക്ഷിക്കും. അതാണ് അതിന്റെ ജവാബ്. നിസ്കാരങ്ങളെ കാക്കും. നിങ്ങൾ നിസ്കാരത്തെ കാത്താൽ നിസ്കാരങ്ങളെ കാക്കും. നിസ്കാരങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. നിസ്കാരങ്ങൾക്ക് എല്ലാ കാവലും തരും, എല്ലാ വിഷയങ്ങളും തരും. സഹാബത്ത് പറയുന്നുണ്ട്, ഒരു അറാബി, ഞങ്ങളൊക്കെ നിസ്കരിക്കുന്ന പള്ളിയിൽ ഒരു അറാബി നിസ്കരിക്കാൻ വന്നു. ഒറ്റക്ക് നിസ്കരിക്കാൻ വന്ന ഞങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അറാബി പള്ളി കയറി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ഒട്ടകത്തെ കെട്ടിയെടുത്ത് കാണുന്നില്ല. അറാബി ഒരു വിളി, അല്ലാഹു തആല ഇലാഹി അദ്ദൈതു അമാനതക ഫഅൈന അമാനതി. സഹാബത്ത് ഞങ്ങൾ തലയിൽ കൈ വെച്ചു. അറാബിന്റെ ഒരു ഈമാൻ, പടച്ചോനെ നീ എന്നെ ഏൽപ്പിച്ച അമാനത്തല്ലേ നിസ്കാരം, അത് നിന്റെ പള്ളി കയറി ഞാൻ നിർവഹിച്ചില്ലേ? ഞാൻ നിസ്കരിക്കുമ്പോ നിന്റെ വാഹനത്തെ നീയല്ലേ നോക്കണ്ടേ? നിനക്ക് ഏൽപ്പിച്ച അമാനത്തല്ലേ? വാഹനം ഇവിടെ ഉസ്താദെ, നമ്മളെ വാഹനം ചെരുപ്പൊക്കെ നമ്മള് കയറുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ വാഹനം ചെരുപ്പുള്ളത്. അതുകൊണ്ടാണ് പിന്നെ അമാനത്ത് കറക്റ്റ് കിട്ടാത്ത. പടച്ചോനെ ചെരുപ്പിന്റെ 999 അപ്പൊ ഒന്ന് പോവോ? വാഹനം ഞാൻ കാര്യമായിട്ട് ലോക്കാക്കി വെച്ചിട്ടില്ലേ, ചാവി എടുത്തിട്ടില്ലേ, ഇവിടെ തപ്പിട്ടൊന്നും കാണില്ലല്ലോ. അപ്പൊ നിസ്കാരം റുക്കും സുജൂദൊക്കെ ചാവിയിൽ ഇങ്ങനെ പോയാൽ പിന്നെ ഇങ്ങനെ അമാനത്തോടെ ആറാബി കറക്റ്റ് നിസ്കരിക്കേണ്ട പോലെ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ചോദ്യം, എന്റെ അമാനത്ത് എവിടെ? സ്വഹാബത്ത് പറയുന്നു, ആ ചോദ്യം വെറുതെ ചോദിച്ചതല്ല. ചോദ്യം തീരുമ്പോഴേക്ക് അതാ വാഹനം വരുന്നു. വാഹനപ്പുറത്തൊരാളുണ്ട്, ഒട്ടകപ്പുറത്തൊരാളുണ്ട്. അയാളെ കൈ ഇവിടുന്ന് അങ്ങോട്ട് ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കളവ് നടത്തിയതിന് ഒട്ടകം മുന്നോട്ട് വരുന്നു. എന്താണ് ആ ചോദ്യം? പടച്ച റബ്ബിന്റെ പരിഗണനല്ലേ നിസ്കാരം എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല അത്രയും പരിഗണിക്കുന്ന സംഗതിയല്ലേ, ചെറിയൊരു വിഷയ. വൽ അസ്ർ, അസ്ർ നിസ്കാരം ശ്രദ്ധിക്കണം. അസ്ർ നിസ്കാരത്തെ തന്നെയാണ് സത്യം. വൽ അസ്ർ, ആ തഫ്സീർ പറയാതിരുന്ന നമ്മൾ വിഷയത്തോട് ഒരു നീതി പുലർത്തൂലെന്ന് തോന്നുന്നു. വൽ അസ്ർ, ആ കാലം തന്നെയാണ് സത്യം, സുവർണകാലം. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജീവിച്ച 1-ാം നൂറ്റാണ്ട് തന്നെയാണ് സത്യം. എന്താണ് റാസി ഇമാം തങ്ങൾ അങ്ങനെ തഫ്സീർ കൊടുക്കാൻ കാരണം? ഖുർആനിൽ മുത്തുനബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നാട് ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഓ നബിയേ, തങ്ങൾ ഇറങ്ങി താമസിക്കാൻ പോകുന്ന നാടാണ് ഈ മക്ക. അതുകൊണ്ട് മക്കയെ ഞാനൊന്ന് സത്യം ചെയ്യട്ടെ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. തങ്ങൾ വന്നിറങ്ങി താമസിക്കുന്ന നാടാണ് ഈ നാട്. അതുകൊണ്ട് ഈ നാടിനെ ഞാനൊന്ന് സത്യം ചെയ്യട്ടെ. തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതും അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. അതെ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ, പ്രകാശം വർണ്ണിച്ചാൽ സൂര്യപ്രകാശത്തിൽ ഏറ്റവും വർണ്ണമുള്ള, ഏറ്റവും ചന്തമുള്ള ലുഹാന്റെ നേരമുണ്ടല്ലോ, അതിനേക്കാളും സൗരഭ്യമുള്ള പ്രകാശപൂരിതമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പൂമുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ,
കൂരിരുട്ടിനെന്നൊരു ഭംഗിയുണ്ട്, അതുപോലെ ഭംഗിയുള്ള അവിടുത്തെ തിരുകേശം തന്നെയാണ് സത്യം. പുതിയ തഫ്സീർ ഉണ്ടാക്കി എന്ന് പറയണ്ട. റാസി ഇമാം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ദുഹാ എന്നുള്ളതിന് തഫ്സീർ ഉണ്ടോ, ലൈലി എന്നുള്ള തഫ്സീർ ഉണ്ടോ? മഹാനവറുകൾ പറഞ്ഞ തഫ്സീർ ഉണ്ട്. ഇനി പുതിയ തഫ്സീർ ഉണ്ടാക്കി എന്ന് പറഞ്ഞ തഫ്സീറിലുള്ളത് എന്താ അവിടുത്തെ സത്യം ചെയ്യാത്തത്? അള്ളാഹു തആല ആകെ ഒരു ആയുഷ്കാലം മാത്രമേ അള്ളാഹു സത്യം ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ മനുഷ്യന്റെ ജീവിതം മാത്രമേ അള്ളാഹ് സത്യം ചെയ്തിട്ടുള്ളൂ. 1000 കൊല്ലം ജീവിച്ച അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം അവിടുത്തെ ജീവിതമല്ല. 200 കൊല്ലം ജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുത്തെ ജീവിതമല്ല. 1275 കൊല്ലം ജീവിച്ച ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം അവിടുത്തെ ജീവിതമല്ല. 400 കൊല്ലം ജീവിച്ച സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജീവിതമല്ല. 63 വർഷം ജീവിച്ച സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമേ അല്ലാഹു സത്യം ചെയ്തിട്ടുള്ളൂ. ലഅംറുക മുത്തുനബിയെ അവിടുത്തെ ആയുഷ്കാലം തന്നെയാണ് സത്യം. വേറൊരൊറ്റ മഖ്ലൂഖിന്റെ ജീവിതവും അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞിട്ടില്ല. അത് വേറൊരു ജീവിത. അതുകൊണ്ട് റാസി ഇമാം തങ്ങൾ പറഞ്ഞു വൽ അസ്രി, ആ കാലം ഏത് കാലം? 1-ാം നൂറ്റാണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി, 1-ാം നൂറ്റാണ്ട് തങ്ങൾ ജീവിച്ച ആ കാലം. അല്ലാഹു ആ കാലത്ത് നമുക്ക് ജീവിതം തന്നില്ലല്ലോ. എന്നാലും അവിടുത്തെ ഉമ്മത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകിയില്ല. അല്ലാഹു ഖബൂലാക്കട്ടെ. അവിടുത്തെ ഉമ്മത്തിൽ അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. തങ്ങൾ ആ കാലത്ത്, ആ കാലം മുതൽക്കുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള കാലത്ത് ജീവിക്കുന്ന ഉമ്മത്തിനൊരു മഹത്തുണ്ട്. അതും വല്ലസുരിന്റെ തഫ്സീർ കൊണ്ടുവരുന്നുണ്ട്. അതെന്താ? ഈ ഉമ്മത്തിന്റെ അമലും മറ്റുള്ളവരുടെ അമലും ഒരുപോലെയല്ല. എന്തേ കാരണം മാറ്റണ്ട്? മറ്റുള്ളവർക്ക് അല്ലാഹു കൂടുതൽ അമല് കൊടുത്തു, കുറഞ്ഞ കൂലി കൊടുത്തു. ഒരു ദിവസം ജൂതന്മാരും നസാറാക്കളും ഒക്കെ ഒരുമിച്ച് കൂടിയ സദസ്സില്, സ്വഹാബത്തുള്ള സദസ്സില് തങ്ങൾ പറഞ്ഞു, എന്റെയും മുൻഗാമികളുടെയും ഉദാഹരണം, എന്റെ ഉമ്മത്തിന്റെയും മുൻകാലത്തുള്ള ഉമ്മത്തിന്റെയും ഉദാഹരണം ഒരു മുതലാളിയെ പോലെയാണ്. ആ മുതലാളി വന്നിട്ട് കൂലിപ്പണിക്കാരെ വിളിച്ചു, ആര് പണിയെടുക്കാനുണ്ട്? രാവിലെ മുതൽ ഉച്ച വരെ ആര് പണിയെടുക്കാനുണ്ട്? ഒരു ഖിറാത്ത് കൂലി തരാം, ഒരു ഖിറാത്ത് കൂലി തരും. അതൊരളവാണ്, ഒരു കണക്കാണ്. നിസ്ഫുദാനിത്തിനാണ് ഒരു ഖിറാത്ത് എന്ന് പറയുന്നത്. ഒരു ദിർഹമിന്റെ സുദുസ് വരും, അല്ലെങ്കിൽ റുബുഴ് വരും, 1/4 ദിർഹമോ അല്ലെങ്കിൽ 6-1 വരും. അത്ര കൂലി തരും. ആരുണ്ട് പണിക്ക് വരാൻ? രാവിലെ മുതൽ ഉച്ച വരെ 6 മണിക്കൂർ. അപ്പൊ ആരാ പണിയെടുത്തത്? ഫാമിലത്തിൽ യഹൂദ്, ജൂതന്മാര് പോയി പണിയെടുത്തു, കൂലി വാങ്ങി ഒരു ഖിറാത്ത്. രണ്ടാമതും ആ മുതലാളി വന്നിട്ട് ചോദിച്ചു, ഉച്ച മുതൽ അസ്ർ വരെ ആര് പണിക്ക് വരും? 3 മണിക്കൂറും ചില്ലറ നേരമുണ്ട്. 3.5 മണിക്കൂറിലധികം എങ്ങനെയുണ്ട് അല്ലേ? ദുഹ്റാൻ കൊടുത്ത് അസ്റാൻ കൊടുക്കുന്ന ടൈം ഒന്ന് കൂട്ടി നോക്കും. 3 മണിക്കൂറിലധികം അല്ലേ? ഉണ്ട്. ദുഹ്റാൻ കൊടുക്കൽ എപ്പോഴാ? 12:45. അസ്റാൻ കൊടുക്കൽ 4 മണിക്കല്ലേ? എത്ര സമയമുണ്ട്? 3 മണിക്കൂറിലധികം. ആരാ ജോലിക്ക് വരാ? കൂലി ഒരു ഖിറാത്ത്. ഫാമിലത്തിൻ നസാറ, ക്രൈസ്തവർ പോയി ജോലി എടുത്തു, കൂലി കിട്ടിയൊരു ഖിറാത്ത്. പിന്നെയും ആ മുതലാളി വന്നിട്ട് വിളിക്കുന്നു, അസർ മുതൽ മഗ്രിബ് വരെ ആര് കൂലിപ്പണിക്ക് വരും? 2 ഖിറാത്ത് കൂലി തരും. ചുരുങ്ങിയ സമയം, 2 മണിക്കൂറും ചില്ലറ സമയവും. അപ്പൊ ഞാനും എന്റെ ഉമ്മത്തും പണിയെടുത്തു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കൂടുതൽ കൂലി വാങ്ങി 2 ഖിറാത്ത്. ഈ ഹദീസ് അങ്ങനെ കേട്ടപ്പോ സദസ്സിൽ നിൽക്കുന്ന ജൂതന്മാർ നസാറാക്കണം, അത് ശരിയല്ല, ആ പണി ശരിയല്ല. കൂടുതൽ കൂലി, കൂടുതൽ പണി, കുറഞ്ഞ കൂലി, കുറഞ്ഞ പണി, കൂടുതൽ കൂലി, അത് നടക്കൂല. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ആയുസ് അവർക്ക് കൂടുതലാണ്, കൂലി അവർക്ക് കുറവാണ്. രാവിലെ മുതൽ ഉച്ച വരെ 6 മണിക്കൂർ പണിയെടുത്തിട്ട് ഒരു ഖിറാത്ത കൂലി. ഉച്ച മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ടും ഒരു ഖിറാത്ത കൂലി. വൈകുന്നേരം മുതൽ മഗ്രിബ് വരെ, അസ്ർ മുതൽ മഗ്രിബ് വരെ 2 ഖിറാത്ത കൂലി. കുറഞ്ഞ പണിക്ക് കൂടുതൽ കൂലി. അപ്പൊ തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണ് അള്ളാഹു എനിക്കും എന്റെ ഉമ്മത്തിനും തന്ന മഹത്താണത്. നഹ്നു അഖല്ലു അമലൻ വഅക്സറു അജ്റാ, ഞങ്ങൾ അധ്വാനം കുറഞ്ഞവരും കൂലി അധികരിച്ചവരുമാണ്. അങ്ങനല്ലേ? ലൈലത്തുൽ ഖദർ ആർക്കും മുൻഗാമികൾക്കാർക്കും ലൈലത്തുൽ ഖദർ ഉണ്ടോ? ആർക്കും ലൈലത്തുൽ ഖദർ ഇല്ല. ലൈലത്തുൽ ഖദർ നമ്മക്കേ ഉള്ളൂ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസം എന്നല്ല പറഞ്ഞിട്ടോ, എങ്ങനെ കണക്കൂട്ടുണ്ട്? 1000 മാസത്തേക്കാൾ അപ്പുറാണ്. എത്രയെന്നറിയോ? എത്രയെന്ന് നമുക്ക് കണക്കറിയില്ല. 1000 മാസത്തെ മഹത്തല്ല. അങ്ങനെയാണെന്നാ പിന്നെ അങ്ങനെയല്ല പറയണ്ടേ? ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തിന്റെ അപ്പുറാണ് ഖൈർ പറഞ്ഞത്. 1000 മാസത്തിൽ ഒതുക്കരുത്. ഖൈറും മിൻ അൽഫി ശഹർ. എത്രയാണ് അപ്പുറം? അല്ലാഹു ഉദ്ദേശിച്ച അത്ര ഉണ്ടാവും. അങ്ങനെയാണ് കൂലി കണക്കാക്കിയത്. വെള്ളിയാഴ്ച ദിവസം, ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച. അന്ന് ആകെ അല്ലാഹു ആരാധന തന്നത് ഈ ഉമ്മത്തിന് മാത്രമാണ്, ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രൈസ്തവർക്ക് അല്ലാഹു ആരാധന കൊടുത്ത ദിവസം ഏതാ? ഞായറാഴ്ച. ജൂതന്മാർക്കോ? ശനിയാഴ്ച.
ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ഈ ഉമ്മത്തിന്. അതാണ് എല്ലാ പരിഗണനയും ഈ ഉമ്മത്തിനാണ്. അതൊന്നുമല്ല നമ്മുടെ നേതാവാരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുർ റസൂൽ, അക്രമുർ റസൂൽ. മുർസലുകളിൽ, അമ്പിയാക്കളിൽ ഏറ്റവും അത്യാദരണീയരായ നേതാവാണ്. അതുകൊണ്ട് അവിടത്തേക്ക് കൊടുത്ത കൂലിയും അവിടുത്തെ ഉമ്മത്തിന് കൊടുത്ത കൂലിയും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് മറ്റു ഉമ്മത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ലമ്മാ ദഅല്ലാഹു ദാഈനാ ലിതഅതിഹി ബിഅക്രമിർ റുസുലി കുന്നാ അക്രമൽ ഉമമി. നമ്മളെ ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു വിട്ടതാരെയാണ്? അക്രമുർ റസൂലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതുകൊണ്ട് നമ്മൾ കുന്നാ അക്രമൽ ഉമമി, ഉമ്മത്തുകളിൽ ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്തായി മാറി. ഏറ്റവും ബഹുമാനമുള്ള ഉമ്മത്തായി മാറി. ഇവിടെ മാത്രമല്ല, പരലോകത്തും അങ്ങനെയാണ്. എല്ലാ ഉമ്മത്തും തടിച്ചുകൂടി നിൽക്കുമ്പോ ആദ്യം പാലം കടക്കുന്ന ഉമ്മത്ത് എന്റെ ഉമ്മത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നുസ് സാബിഖൂന നഹ്നുൽ ആഖിറൂന അസ്സാബിഖൂന യൗമൽ ഖിയാമ. നമ്മൾ അവസാനം വന്നവരാണ്. ഖിയാമത്ത് നാളിൽ മുൻപന്തിയിൽ പോകുന്നവരാണ്. ഖിയാമത്ത് നാളിൽ മുന്നോട്ട് കുതിക്കുന്നവരാണ്. പാനപാത്രം ഹൗദുൽ കൗസർ ആദ്യം മുത്തുനബിതങ്ങളിൽ നിന്ന് വാങ്ങി കുടിക്കുന്നവരാരാണ്? ഫുഖറാഉൽ മുഹാജിരീൻ. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിറുകളിലെ ഫഖീറുമാരാണ്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വകാനു മിഅതൻ, അവർ 100 പേരായിരുന്നു സഹാബത്തിൽ. അവരാണ് ആദ്യം ഹൗദുൽ കൗസറിൽ നിന്ന് പാനപാത്രമായി കുടിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു തൗഫീഖ് തരട്ടെ. വൽ അസുർ, ഇതൊക്കെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, ഇന്നൽ ഇൻസാന ലഫീ ഖുസൂർ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, വൽ അസുർ എന്നുള്ളടത്ത് സമയത്തിന്റെ വില മനസ്സിലാക്കണം. അതുകൂടി പഠിപ്പിക്കാനാണ് അള്ളാഹു. തഫ്സീറിൽ അങ്ങനെ ഉണ്ട്. തഫ്സീറിൽ അങ്ങനെ പറയുന്നുണ്ട്, സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കാനാണ് അള്ളാഹു സത്യം ചെയ്തത്. കാരണം അള്ളാഹ് സത്യം ചെയ്തൊക്കെ അമൂല്യമാണ്. ഖുർആൻ അള്ളാഹു തആല എന്ത് സത്യം ചെയ്തിട്ടുണ്ടോ അതിനൊന്നും മൂല്യം കണക്കാക്കാൻ കഴിയില്ല. അത്രയും അതിൽപ്പെട്ട ഒന്നാണ് വല്ല സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. സമയം നല്ലോണം ലാഭിക്കണം, ആഖിറത്തിലേക്ക് മുതലാക്കണം, ദുനിയാവുക്കും മുതലാക്കണം. വെറുതെ അങ്ങനെ നടക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെറുതെ നടക്കുന്ന ആളെ എനിക്ക് ഇഷ്ടമല്ലാന്ന്, എനിക്ക് ആളുടെ വെറുപ്പാണ്. ചിലരോട് നമ്മൾ ചോദിച്ചാൽ പറയും, എന്താ നിൽക്കണം? വെറുതെ നിൽക്കണം. എന്താ നോക്കണം? വെറുതെ നോക്കണം. എന്താ നടക്കണം? വെറുതെ നടക്കണം. എന്തെങ്കിലും കാര്യമാണ്, ഒന്നെങ്കിൽ ദുനിയാവിലേക്ക് അല്ലെങ്കിൽ ആഖിറത്തിലേക്ക്. വെറുതെ ആകാൻ പാടില്ല. സമയങ്ങളൊന്നും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. മുതലാക്കണം, ലാഭിക്കണം. ഓരോ സമയവും ലാഭിക്കണം. അതിന് ജീവിതത്തിൽ തർത്തീബ്, ചിട്ട പാലിക്കണം. തർത്തീബ് ഉണ്ടെങ്കിൽ, ടൈം ടേബിൾ ഉണ്ടെങ്കിൽ സമയമൊന്നും വെറുതെ പോകും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിതത്തിലൊക്കെ നല്ല തർത്തീബാ. എന്താ തർത്തീബ്? സുബഹി നിസ്കാരത്തിന് പള്ളിയിലെത്തി. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉച്ചവരെ ദർസാണ്. ഉച്ച കഴിഞ്ഞാൽ മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് നേരെ കൃഷിയിടത്തിലേക്ക് പോകും. അസ്ർ വരെ കൃഷിയിടത്തിലാണ്. അസ്ർ നിസ്കാരത്തിന് വീണ്ടും പള്ളിയിലേക്ക് വരും. അസ്ർ നിസ്കാരം കഴിഞ്ഞ് അങ്ങാടിയിൽ പോകും. കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ. കുടുംബമൊക്കെ പോറ്റുന്ന മഹാനല്ലേ. അപ്പൊ കുടുംബത്തിനുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ കുടുംബക്കാരുമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചർച്ച ചെയ്ത് വീണ്ടും മഗ്‌രിബ് ആകുമ്പോൾ പള്ളിയിൽ വരും. രാത്രിയോ? രാത്രി 3 ആയി ഭാഗിക്കും. ഖസ്സമല്ലൈലത്തു സലാസത അജ്സാ. ടൈം ടേബിളിലെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് ക്രമീകരണം വേണം. അങ്ങനെ ആകുമ്പോ സമയം നഷ്ടാകൂല. ഖസ്സമല്ലൈലത സലാസത അജ്സാ. രാത്രി 3 ആയി ഭാഗിക്കും. രാത്രിയുടെ ആദ്യത്തെ പാർട്ട്, ആദ്യത്തെ 3 മണിക്കൂർ കിതാബ് റിസർച്ച് ചെയ്യാനും സംശയങ്ങൾ തീർക്കാനും ഹദീസ് പഠിപ്പിക്കാനും. രണ്ടാമത്തെ പാർട്ട് ലിന്നൗ, ഉറങ്ങാൻ. മൂന്നാമത്തേത് ലിസ്വലാത്തി തഹജ്ജുദി വത്തളർറുഇ വൽഇസ്തിഗ്ഫാർ വൽഇബ്തിഹാൽ ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിലേക്ക് കേണപേക്ഷിക്കാൻ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, നിസ്കരിക്കാൻ, ഖുർആൻ ഓതാൻ.